ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ കോഴിക്കോട് ലുലു മാളിലോട്ടൊന്ന് കറങ്ങാൻ വന്നതാണ്. അങ്ങനെ ലുലു മാളിൽ നിന്നാണ് ഞങ്ങൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളെ ലുലു മാളിലോട്ട് വന്നതാണ്. ഞായറാഴ്ചയൊക്കെ അല്ലേ, അപ്പം ലുലു മാളൊന്ന് കാണാൻ വിചാരിച്ചു വന്നതാണ്. ലുലു മാളിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നിട്ടാണെങ്കിലും ലുലു മാളിൻ്റെ പുതിയ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 6-7 മാസമായി. അതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിലെ ലുലു മാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു നോക്കാം. ലുലു മാൾ കോഴിക്കോട്. ഉദ്ഘാടനത്തിന് ശേഷം 1-2 പ്രാവശ്യം ഞങ്ങൾ ലുലു മാളിൽ വന്നിരുന്നു. ഞാൻ അന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ലുലു മാളിലോട്ടൊന്ന് കയറി നോക്കാം. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ് ഒന്ന് കണ്ടു നോക്കാം. ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും അറിയാത്തവർക്കായിട്ട് പറയാം. ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മിംസിന് തൊട്ടടുത്തായിട്ടാണ്, മിംസ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ്. അതായത് നമ്മുടെ ബൈപ്പാസിൽ, മിനി ബൈപ്പാസിൽ മാങ്കാവിനും മിംസ് ഹോസ്പിറ്റലിനും ഇടയ്ക്കായിട്ടാണ് ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത്. ലുലു മാളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്റ്റ്, ലുലു ഫാഷൻ, അതേപോലെ തന്നെ അവരുടെ തന്നെ ഒരു ഗെയിം സോൺ ഉണ്ട്, ഫണ്ടോര. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ ഇതിലുണ്ട്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, വയറ് നിറയെ ഫുഡ് കഴിക്കാൻ അടിപൊളി ഫുഡ് കോർട്ട് തന്നെ ഉണ്ട്. ഒരു നില ഫുള്ളായിട്ട് ഫുഡ് കോർട്ടാണ്. കോഴിക്കോടുകാരുടെ ഏറ്റവും പ്രധാന ഇഷ്ടം എന്ന് പറയുന്നത് ഭക്ഷണമാണല്ലോ. അപ്പോൾ അതിനൊരു കുറവും ലുലു വരുത്തിയിട്ടില്ല. Ramanandi sir and Velu. ഇവിടെ ഏതോ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻ്റാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ലുലുവിൽ വലിയൊരു കുറവുണ്ട്. സാധാരണ ലുലു മാളുകളിൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഉണ്ടാവും. ഇവിടെ അതിൻ്റെ നല്ലൊരു കുറവ് തന്നെ ഉണ്ട്. ഇവിടെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇല്ല. പോരാത്തതിന് ലുലുവിൻ്റെ ഏറ്റവും ചെറിയ മാളാണ് കോഴിക്കോടുള്ളത്. പക്ഷേ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ലുലു ഓരോ ഓഫറുകൾ ഇടും. അതൊരു ഒന്നൊന്നര ഓഫറായിരിക്കും. ജനങ്ങൾ തിക്കി തിരക്കി വരും. ചിലപ്പോൾ ഓൾ കേരള എല്ലാ ലുലു മാളുകളിലും ഈ ഓഫർ അവൈലബിളും ആയിരിക്കും. അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളെ മുകളിലോട്ട് വന്നാൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഫണ്ടൂര ഗെയിം സോൺ.
നല്ല സംഭവം അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഫുഡ് കോർട്ട്. വയറ് നിറയെ ഭക്ഷണവും മനസ്സ് നിറയെ കളികളും. അതൊരു സംഭവമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ നമ്മുടെ ഫുഡ് കോർട്ട് കാണാം. അതുപോലെ തന്നെ ഓരോരോ സ്റ്റാളുകളും കാണാം. ഒരുപാടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ വന്നത് കേട്ടോ. ഇന്ന് വൈഫും മോളും കൂടെയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പുസ്തക പ്രകാശനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. താഴെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് പുറത്തു നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ കുറച്ച് കറങ്ങി കഴിഞ്ഞപ്പം വൈഫും മോളും എന്തോ വാങ്ങാനായിട്ട് പോയി. അങ്ങനെ അവർ വാങ്ങിയിട്ട് വരുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. നമ്മളിങ്ങനെ പുറത്തോട്ടുള്ള ദൂരക്കാഴ്ചകളൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. മോള് ഒരു ബബിൾ ടീ വാങ്ങി. ഇതിൻ്റെ വിലയെ 189 രൂപയാണ്. അവൾക്ക് ആഗ്രഹം തോന്നിയപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ ഇത് കണ്ടോ, ഒരു എയറോപ്ലെയിൻ പോണത്. നല്ല തൊട്ടടുത്തുനിന്ന് എനിക്ക് ആ കാഴ്ച കിട്ടിയിട്ടോ. ലുലുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. ഒരുപാട് പാർക്കിംഗ് സ്ഥലമുണ്ട്. വണ്ടികൾ വന്നിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് മാത്രം പറയില്ല. മാള് ചെറുതാണെങ്കിലും പാർക്കിങ്ങിന് ഒരുപാട് സ്ഥലമുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ കാഴ്ച. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ആ പുക ഉയരുന്ന കണ്ടോ. ഞങ്ങൾ ലുലു മാളിൽ നിൽക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. എന്താണെന്നല്ലേ, കോഴിക്കോടിനെ നടുക്കിയ പുതിയ സ്റ്റാൻഡിൽ കത്തിയ ആ ഒരു കാഴ്ചയായിരുന്നു ആ പുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു അവിടെ അങ്ങനെ ഒരു സംഭവമുള്ള കാര്യം. എന്തോ സംഭവിച്ചിട്ടെന്ന് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ആ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് ശേഷമുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. പുതിയ സ്റ്റാൻഡ് കത്തിയതും ആ നടുക്കിയ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചതും ഞാൻ തന്നെയുണ്ട്. എൻ്റെ ചാനലിൽ ഇപ്പോഴും ആ വീഡിയോ കിടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. ആ ഞെട്ടിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞതേ നമ്മുടെ പുതിയ സ്റ്റാൻഡ് കത്തിയ കാഴ്ചയായിരുന്നു കേട്ടോ. ആ കാണുന്ന പുകപടലം അതായിരുന്നു ഞങ്ങൾ ലുലു മാളിൽ നിന്ന് കണ്ട ഞെട്ടിക്കുന്ന കാഴ്ച. നമ്മുടെ പുതിയ സ്റ്റാൻഡിലെ കാലിക്കൽ ടെക്സ്റ്റൈൽസൊക്കെ കത്തിപ്പോയ ആ കാഴ്ച.